നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. അനധികൃത കുടിയേറ്റങ്ങൾ അത് എവിടെയായാലും അത് തുടച്ചു നീക്കേണ്ടത് തന്നെയാണ്. കാരണം അത് അനധികൃതമാണ്. കുടിയേറ്റമെന്നാൽ ഒരു കുടുംബത്തിൻ്റെയും അവിടുത്തെ കുട്ടികളുടെയും താമസ സ്ഥലം ഒരുക്കുക എന്നത് മാത്രമല്ല, അനധികൃത കയ്യേറ്റം എന്ന് തന്നെ പറയാം. അനധികൃത കയ്യേറ്റം എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലങ്ങൾ, ഭൂമി, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഭൂമി, ഒരു വികസനത്തിന് ഭാവിയിൽ വഴി തുറക്കേണ്ട ഭൂമി, ഇതൊക്കെ കയ്യേറുന്നത് എവിടെയായാലും കയ്യേറ്റം തന്നെയാണ്. നമ്മുടെ ബാന്ദ്ര ഈസ്റ്റിൽ 2 ദിവസം മുമ്പ് ഒരു വൻ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കൽ നടന്നു. അതിൽ ഏറ്റവും വ്യക്തമായിട്ട് ഒരു 500ഓളം കുടുംബങ്ങൾ എന്ന് പറയുന്നത് 500ഓളം കുടിലുകൾ ഒഴിപ്പിച്ചു. 500ഓളം കുടിലുകൾ ഒഴിപ്പിക്കുകയും ഒരു ആരാധനാലയം അടക്കം, കാരണം അതിനകത്തൊരു ആരാധനാലയം അനധികൃതമായി ബാന്ദ്ര ടെർമിനസിന് മുന്നിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അതിനോട് ചേർന്ന് വളരെ സുരക്ഷയ്ക്ക് വളരെ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ബംഗ്ലാദേശികളടക്കം അവിടെ കുടിയേറി താമസിച്ചിരുന്നു. ആ ബാന്ദ്ര പ്രദേശത്തെ മൊത്തം കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ഇവരാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ മൊത്തം നിയന്ത്രണം ഇവിടെ കയ്യിലായിരുന്നു. പക്ഷേ ഇവർ താമസിക്കുന്ന അതിൽ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത, ഈ കുടിയേറ്റം നടന്ന് കഴിഞ്ഞ് പിറ്റേന്ന് അവരുടെ ഒരു വാർത്തയാണ്. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒഴിപ്പിച്ച ശേഷം നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്, ഒരു മറ്റേ നമ്മുടെ അലുവ കഷ്ണമായി സമീപിക്കുന്നതെന്ന് ഇതിലറിയാം. അവർ പറഞ്ഞ ഹെഡിങ്, എവിക്ഷൻ ഡ്രൈവ് അറ്റ് മുംബൈ ബാന്ദ്ര ലീവ്സ് ചിൽഡ്രൻ ആൻഡ് എൽഡർലി വിത്തൗട്ട് ഷെൽട്ടർ ഇൻ സ്ക്രോച്ചിങ് ഹേർട്ട്. ഈ ചൂടത്ത് കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ നടു റോഡിലേക്ക് പൊരിവെയിലത്തേക്ക് ഇറക്കി വിട്ടു എന്നാണ്. ശരിക്കും എന്താണ് ഒരു സത്യത്തിൽ ഇവര് പക്ഷേ ഇതിന്റെ റിപ്പോർട്ടർ അവിടെ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അന്തം വിട്ട് കാണും. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും അവിടെ കുറഞ്ഞൊരു 15 കുട്ടികളുണ്ട്. ഹട്ടിലാണ് താമസം. അല്ല, അത് മാത്രമല്ല, ഇതിന്റെ വേറൊരു ഈ വാർത്ത കോടതിയെ ലക്ഷ്യമാണ്. അതെ, അത് രാജേഷ് ജിക്ക് മനസ്സിലായോ? കാരണം ഈ കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇത് ഒഴിപ്പിക്കാൻ അവർ വന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഒഴിപ്പിക്കാൻ, എത്രയോ മാസങ്ങളായിട്ട് അവർ ശ്രമിച്ചിട്ട് നടക്കാതെ അവസാനം കോടതി ഉത്തരവ് വന്ന്, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ റെയിൽവേയുടെ ഭൂമി ഇവർ കയ്യേറിയിരിക്കുകയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയിരിക്കുന്നത് 1980കളുടെ അവസാനമാണ്. രാജീവ് ഗാന്ധി 84-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ ശരത് പവാർ കിരീടം വയ്ക്കാത്ത രാജാവായി മാറി. മധ്യപ്രദേശിൽ അർജുൻ സിംഗ്. ഇങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഒരു ടീമുണ്ടായിരുന്നു. അതിൽ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അങ്ങനെ ആ ടീമിന് സത്യത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ അന്യായം ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആൾക്കാരെ ഇങ്ങനെ ഒരു രേഖകളുമില്ലാതെ കടന്നു വരാനും അവർക്ക് ഇവിടെ താമസിക്കാനും ഇവിടെ തൊഴിലെടുക്കാനുമുള്ള കൂലിപ്പണി എടുക്കാനുള്ള അവസരം കൊടുത്തു. ഈ ബംഗ്ലാദേശിൽ നമുക്കറിയാം, വലിയ വികസനമൊന്നുമില്ല, വലിയ വ്യവസായങ്ങളില്ല. പിന്നെ എന്താ പറയുക, ഈ ഇന്ത്യ വിരോധം കൊണ്ട് മാത്രം രൂപപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ ഹിന്ദു വിരോധം കൊണ്ട് രൂപപ്പെട്ട 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. 71-ൽ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച്, ഈസ്റ്റ് പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് ആക്കാൻ ഇന്ത്യ മുൻകൈ എടുത്തെങ്കിലും അന്ന് അതിനെ ഇന്ത്യയോടൊപ്പം ചേർത്ത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഒരു പക്ഷേ വരില്ലായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ഇരിക്കട്ടെ, അതത്ര എളുപ്പമൊന്നുമല്ല. അതൊന്ന് പക്ഷേ അല്ല, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് നടന്നു. പക്ഷേ അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം 93,000 പാക് പട്ടാളക്കാരെ നമ്മൾ കീഴടക്കി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് വർഷങ്ങളായിട്ടൊരു 10-250 ഇന്ത്യൻ പട്ടാളക്കാർ പാക് തടവിൽ കഴിയുകയാണ്. നിർബാധം ഒരു കരാറുമില്ലാതെ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ വാക്കും കേട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി ഈ സിംലയിലെങ്ങോണ്ടോ വെച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 93,000 പട്ടാളക്കാരെ വിട്ടുകൊടുത്തു. എന്നാൽ ഈ 254 പട്ടാളക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. അതിലൊരു മലയാളി പോലും ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പലപ്പോഴും ഈ മൃഗീയമായ പീഡനമാണ് അവരനുഭവിക്കുന്നത്. അവരിൽ എത്രയോ പേര് മരിച്ചു. ഇപ്പോഴാരും ജീവിച്ചിരിപ്പുണ്ടാവില്ല, എല്ലാവരും മരിച്ചു പോയി കാണും. പക്ഷേ നമ്മളതൊന്ന് ആലോചിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ പോയ പട്ടാളക്കാർ 10-250 പേര് പാകിസ്ഥാനിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽപ്പെടുകയും അവരെ കൊണ്ടുപോയി തടവറയിൽ അടച്ച് മൃഗീയമായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ
93,000 പട്ടാളക്കാരെ ഒരു പോറൽ പോലും വരുത്താതെ തിരിച്ചു കൊടുത്തിട്ട് വലിയ മതേതരത്വവും പിന്നെ എന്താ പറയുക സഹവർത്തിത്വവും ഒക്കെ പറയുന്ന നമ്മുടെ പാരമ്പര്യമുണ്ടല്ലോ, എന്തും ക്ഷമിക്കുന്ന, ഇത് സത്യം പറഞ്ഞാൽ സദ്ഗുണ വൈകൃതമാണ്. പോട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഈ ബംഗ്ലാദേശികളെ മുഴുവനും ഇങ്ങോട്ട് കടന്നു വരാനും അവരെ വിവിധ സ്ഥലങ്ങളിൽ, കുറച്ച് നാൾ മുമ്പാണ് അഹമ്മദാബാദിൽ, ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്നതിന് കുറച്ച് മുമ്പേ, അതായത് നമ്മുടെ പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് മുമ്പേ അഹമ്മദാബാദിൽ നിന്നൊരു വാർത്ത വന്നു, ഇതുപോലെ കുടിയൊഴിപ്പിക്കൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അഹമ്മദാബാദിൽ നിന്ന് വാർത്ത വന്നിരുന്നു, കുടിയൊഴിപ്പിക്കൽ. ഇത് സത്യത്തിൽ ഇത് കുടിയൊഴിപ്പിക്കലല്ല, അനധികൃത കയ്യേറ്റമാണ്. ഭൂമി, സർക്കാരിൻ്റെ ഭൂമി കയ്യേറി കുറച്ച് ആൾക്കാർ അവിടെ കുടിലും കെട്ടി അങ്ങ് താമസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പോകാനിടമില്ല, കൊച്ചുകുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്. രാജേഷ് ജി പറഞ്ഞില്ലേ 15 പേര്, ഒരു അച്ഛനും അമ്മയ്ക്കും 15 മക്കളുണ്ടെന്ന്. 15 അല്ലെങ്കിൽ 150 മക്കളുണ്ടാകട്ടെ. പക്ഷേ എന്തിനാണ് ഈ അനധികൃതമായിട്ട് ഭൂമി കയ്യേറിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ അവർക്ക് ഇന്ന് എത്രയോ സ്കീമുകളുണ്ടല്ലേ. നോക്കൂ, SIR നടപ്പാക്കിയപ്പോൾ ബംഗാളിൽ കൊൽക്കട്ടയിൽ ഗുൽബർഗ് കോളനി, ആ കോളനിയിൽ ഏതാണ്ട് 100,000-ന് മേളിൽ ആൾക്കാർ തിങ്ങി പാർത്തിരുന്നതാണ്. SIRൻ്റെ ഫോമുമായിട്ട് ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുമ്പം വെറും 2,000 പേരാണ് അവിടെ അവശേഷിച്ചിരുന്നത്. ബാക്കിയുള്ളവർ എവിടെ പോയി? ഇത് നമ്മുടെ ചാനലുകൾ, ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇന്ത്യ ടുഡേയും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസ്സും റിപ്പബ്ലിക് TVയും ഒക്കെ പറഞ്ഞതാണ്, NDTVയും ഒക്കെ പറഞ്ഞതാണ്. അവരുടെ വാർത്തയാണിത്. ഗുൽബർഗ് കോളനിയിൽ 1,00,000 പേരുണ്ടായിരുന്ന കോളനിയിൽ വെറും 2,000 പേരായിട്ട് അവശേഷിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ മുഴുവനും നുഴഞ്ഞു കയറിയതാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? പക്ഷെ അവർ പുറത്തു പോയിട്ടില്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്ക്. അവരെ എവിടെ പോയാലും ശരി, ഇതൊരു സൂചനയാണ്. ഇവിടെ ഈ അഹമ്മദാബാദിലും അതുപോലെ തന്നെ ഈ SIR നടപ്പാക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ അഹമ്മദാബാദ് പട്ടണത്തിൽ നിന്ന് ഇതുപോലെ ഒരുപാട് ബംഗ്ലാദേശികളെ കണ്ടെത്തി നമ്മൾ ഡീപ്പോർട്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു, ഡിറ്റക്റ്റ്, ഡിലീറ്റ്, ഡീപ്പോർട്ട്, 3Ds. അതായത് നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയുക, വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യുക, അവരെ പുറത്താക്കുക, BSFനെ ഏൽപ്പിക്കുക. ഇപ്പോൾ BSFനെ ഏൽപ്പിച്ച മറ്റേത് കോടതിയെ ഏൽപ്പിക്കാനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, കേന്ദ്ര സർക്കാർ ഈ ഇമിഗ്രേഷൻ ആക്ട് 2025 കൊണ്ടുവന്നാണ് BSFനെ ഏൽപ്പിക്കുക. BSF അവരെ 2 മാൾഡയിലെയും 24 പർഗാനസ് ജില്ലയിലെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ബംഗ്ലാദേശിലേക്ക് വിടും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ അഹമ്മദാബാദിലുള്ളതും ഇപ്പോൾ മുംബൈയിലുള്ളവരുടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആധാർ കാർഡുണ്ട്, അവർക്ക് വോട്ടേഴ്സ് ID കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, എല്ലാം കൊടുത്ത് വെച്ചിരിക്കുക. ഇത് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായിട്ട് അല്ലെങ്കിൽ 4 പതിറ്റാണ്ടായിട്ട് ഇങ്ങനെ നിർബാധം, അതായത് ആദ്യം ഒരു കുടുംബം വരുന്നു, പിന്നെ ഇവരുടെ ബന്ധുക്കൾ വരുന്നു, അവർ ഈ പറഞ്ഞതുപോലെ ആദ്യം ബംഗാളിൽ വരും, ബംഗാളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുകയാണ്, പിന്നെ മറ്റു പല ചോദിക്കുമ്പം പറയുന്നത് നിങ്ങൾ എവിടുന്ന? ഞാൻ ബംഗാളി ബാബു, ബംഗാളി ബായി. പക്ഷേ ഇവൻ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ഇങ്ങനെ അഹമ്മദാബാദിൽ ഒരുപാടെണ്ണത്തിന് പിടിച്ചു. SIRൽ കൃത്യമായിട്ട് SIRൻ്റെ രേഖകൾ, SIRൻ്റെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇവരെല്ലാം ഈ ആധാർ കാർഡ് വ്യാജമാണെന്ന് കണ്ടെത്തി, വോട്ടേഴ്സ് ID കാർഡ് വ്യാജമാണെന്ന് കണ്ടെത്തി, റേഷൻ കാർഡ് ഇവർക്ക് കൊടുത്തതാണെന്ന് കണ്ടെത്തി. നോക്കൂ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൗരന്മാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. ആർക്ക്? ഈ നമ്മളെ ദ്രോഹിക്കാൻ നിൽക്കുന്ന, നമുക്ക് നമ്മുടെ നാട് നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക്. അവരുടെ ജാതിയും മതമൊന്നും നമുക്ക് വിഷയമല്ല, അവർ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ്. അവർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കേണ്ടതില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ അതിനുശേഷം ഡൽഹിയിൽ എത്ര റോഹിംഗ്യൻ ആൾക്കാരെ കണ്ടെത്തി? നോക്കൂ, 40,000-ഓളം റോഹിംഗ്യകൾ ഡൽഹിയിലുണ്ട് എന്നൊരു അനൗദ്യോഗിക കണക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. അത് ഈ അനൗദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇവരെ തലയെണ്ണി കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ പല സ്ഥലത്തായിട്ട് റോഡ് വക്കിൽ വരെ ടെൻ്റടിച്ച് കിടപ്പുണ്ട്. നോക്കൂ, നമ്മുടെ കാശ്മീരിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം ഇവിടെ നോക്കാൻ ആളില്ല. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ നമ്മുടെ പൗരന്മാരാണ് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ, മതത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടവർ, അല്ലേ? മതം തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കുറേ ഭീകരന്മാർ, അവരെ
അവരുടെ ജനിച്ച മണ്ണിൽ നിന്ന് അവരെ കുടിയിറക്കി, അവരുടെ സ്ത്രീകളെ മാനഭംഗം ചെയ്തു, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു, കൊള്ളയടിച്ചു, ജീവനും കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ട് വന്നവരാണ്. അവരിവിടെ റോഡിൽ കിടക്കുകയാണ്, തെരുവിൽ കിടക്കുകയാണ്. അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല, ആർക്കും അത് വേണ്ട. കാരണം അതൊരു സംഘടിത വോട്ട് ബാങ്ക് അല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, 2014 മുതൽ നരേന്ദ്രമോദി എന്ന ലോകമറിയുന്ന, ലോകം ആദരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യയിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം ഉയർത്തി കാണിക്കാൻ സത്യത്തിൽ ആരുമില്ല. അവിടെയാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത്. ഈ മുംബൈയിലെ റെയിൽവേയുടെ ഭൂമി, റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വെച്ചിരുന്ന ഭൂമി കയ്യേറുക, ഈ റെയിൽവേ കോളനികൾ എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊക്കെ രൂപീകരിക്കും. അത് മാത്രമല്ല, പണ്ട് അബ്ദുൾ നാസർ മദനി ജയിൽ മോചിതനായിട്ട് വന്ന് നമ്മുടെ ശംഖുമുഖം കടപ്പുറത്ത് വലിയ സ്വീകരണം കൊടുത്തു. അന്ന് അബ്ദുൾ നാസർ മദനി അവിടെ പറയുകയാണ്, നിങ്ങൾ മദനിക്ക് വേണ്ടിയിട്ട് ഒരു പിരിവും നടത്തരുത്. മദനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാശ് കിട്ടും. മദനി എന്തോ വലിയ ദിവ്യനാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയേക്കാൾ വലിയ ആളാണെന്ന് CPM തന്നെ സാക്ഷ്യപ്പെടുത്തിയല്ലോ. പറഞ്ഞത് EMS ആണ് പറഞ്ഞത്. മദനിയെ ഗാന്ധിയോടാണ് ഉപമിച്ചത്. ആ മദനി പറയുകയാണ്, നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ പുറമ്പോക്കിൽ കുടിൽ കെട്ടി ഷീറ്റൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും, ഈ കുടിൽ കെട്ടി താമസിക്കുന്ന മുഴുവൻ ഇത്തരം ആൾക്കാരാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറിയവരാണ്. അവരിങ്ങനെ ബംഗാളി വന്നിട്ട് പിന്നെ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല സ്ഥലത്തും പോയി കിടക്കുക. ഇതുപോലെ ഇതിനെല്ലാം ഈ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. ഒരു ദയാദാക്ഷിണ്യവും കാണിക്കരുത്, ഒരു മനുഷ്യത്വവും കാണിക്കരുത്. ഇവരോട് മനുഷ്യത്വം കാണിച്ചാൽ അത് സദ്ഗുണ വൈകൃതമാണ്. ഇവർക്ക് നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നു. വർഷങ്ങളായിട്ട് ഇവരെ കൂടി അതിലൊരു 100 കുടുംബങ്ങൾ അത് കൃത്യമായ രേഖകൾ ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ മാത്രം അവരുടെ വീടുകൾ വളരെ സേഫായി വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി കുടിലുകളെല്ലാം ഇടിച്ചു. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അതിനകത്ത് ആ ഒരു കോളനിക്കകത്തൊരു മുസ്ലിം പള്ളി പണിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക സമാന്തര കോടതി അടക്കം കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ, അവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത് അവർ. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഈ അഹമ്മദാബാദിൽ, മുംബൈയിൽ 93 സ്ഫോടനം നടക്കുന്നു. അന്നത്തെ ആ സ്ഫോടനത്തിൻ്റെ കഥകൾ നമ്മൾ തേടിപ്പോയാൽ കോൺഗ്രസ് ഈ നാടിനോട് ചെയ്ത ചതി നമുക്ക് മനസ്സിലാവും. ഈ സുനിൽ ദത്ത് എന്ന് പറയുന്ന MP, അയാളുടെ മകൻ സിനിമാ നടൻ കൂടിയായ സഞ്ജയ് ദത്ത് AK-47 AK-56 എന്തോ കയ്യിൽ വെച്ചതിന് ജയിലിലായി അല്ലേ? പിന്നെ സുനിൽ ദത്തിന് എന്താണ് സംഭവിച്ചത്? സുനിൽ ദത്ത് കേസ് വളരെ സങ്കീർണമായി. ഈ സഞ്ജയ് ദത്ത് ജാമ്യം പോലും കിട്ടാതെ ടാഡയാണ് ഇത് ചെയ്തത്. അന്ന് അകത്തായി. അന്ന് നരസിംഹറാവു സർക്കാരാണ് ഭരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. അകത്തായി. ഈ സുനിൽ ദത്ത് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ കാല് പിടിച്ചു. അത് ശിവസേനയുമായി ബന്ധപ്പെട്ട് പോലും ആക്ഷേപം ഉയരുന്നുണ്ട്. ശിവസേനക്കാർ പോലും ഈ സുനിൽ ദത്തിനെയും മകൻ സഞ്ജയ് ദത്തിനെയും സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അന്ന് മാധോശ്രീയിൽ പോയി ബാൽ താക്കറെയുടെ കാല് പിടിച്ചു. ബാൽ താക്കറെ ഈ എന്ത് നിലപാടെടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ കേസ് പതുക്കെ ദുർബലമായി. സഞ്ജയ് ദത്ത് ഒടുവിൽ പുറത്തിറങ്ങി. തമാശയ്ക്ക് കളിപ്പാട്ടം വാങ്ങി വെച്ചത് കളിപ്പാട്ടം വാങ്ങി അതുപോലെ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഈ കേസുകളെല്ലാം ചേർത്ത് വായിക്കണം. ഈ 80കൾക്ക് ശേഷം എങ്ങനെയാണ് മുംബൈ കേന്ദ്രമാക്കി സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത്? ഈ ഡി കമ്പനി എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന് ഇതുമായിട്ട് എന്താണ് ബന്ധം? അവിടെ നിന്ന് ആരംഭിച്ച സ്വർണത്തിൽ നിന്ന് മയക്കുമരുന്നും അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ മുംബൈ നഗരത്തെ കുരുതിക്കളമാക്കിയ ഈ ഗ്യാങ് വാർ, ഈ അധോലോക ഏറ്റുമുട്ടൽ, ഇതിന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴും ഇതിലൊന്നും കൃത്യമായൊരു അന്വേഷണം നടക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ അഹമ്മദാബാദിലെയും ഡൽഹിയിലെയും റോഹിംഗ്യകളടക്കം നുഴഞ്ഞു കയറി താമസിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇത് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇവരെല്ലാം പുറത്താക്കണം, ഒരു സംശയവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പുറത്താക്കല്ല, കൃത്യമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിച്ച് വേണം ഇവരെ പുറത്താക്കാൻ. മറ്റൊരു രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ നോക്കൂ. നമ്മളാരെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? ഒരു ഇന്ത്യക്കാരന് ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുമോ? അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ നിയമപരമായിട്ട് നമ്മൾ ചൈന ബോർഡർ ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ?
അവനെ അപ്പം വെടിവെക്കും അവിടുന്ന്. തിരിച്ചെന്തും ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ച് എന്തും ചെയ്യും. അപ്പൊ ഇതെല്ലാം സഹിക്കാൻ നമ്മളെന്താ, ഈ സർവം സഹയായ ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ സർവം സഹയായ ഇന്ത്യയോ ഭാരതമോ അതൊന്നും അനുവദിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു സർക്കാരും അനുവദിക്കരുത്. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടികൾ വേണം. ഇത് മുഴുവനും ഒഴിപ്പിക്കണം. അത് അനധികൃത കയ്യേറ്റം. രാജേഷ് ജി ഇതൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് റോഡ് വൈഡനിങ്ങിന് തീരുമാനിച്ചു, റോഡുകൾ വീതി കൂട്ടാൻ തീരുമാനിച്ചു. എത്ര റോഡ് വക്കിലിരുന്ന അമ്പലങ്ങളാണ് പൊളിച്ചു മാറ്റിയത്? ഇവിടെ എത്ര കലാപമുണ്ടായി? ഏതെങ്കിലും ഹിന്ദു അതിൻ്റെ പേരിൽ ആയുധമെടുത്തോ? നരേന്ദ്രമോദിയെയും സർക്കാരിനെയും അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രവീൺ ഭായ് തൊഗാഡിയ അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, അമ്പലങ്ങൾ പൊളിക്കുന്നു, ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? ജനം മൈൻഡ് പോലും ചെയ്തില്ല. ഈ റോഡ് വക്കിലിരുന്ന അമ്പലങ്ങൾ മുഴുവനും അതിൽ നിയമപരമായി രേഖകളുള്ളത് കൊണ്ട്, രേഖകളില്ലാതെ ഈ റോഡ് വീതി കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളും താൻ താമസിക്കുന്ന സ്ഥലമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്ത തട്ടിക്കൂട്ടമ്പലങ്ങളും ഉണ്ട്. ഇതെല്ലാം ബുൾഡോസർ കൊണ്ടുവന്ന് JCB കൊണ്ടുവന്ന് വാരിക്കൊണ്ടുപോയി. ഒന്നും വിട്ടില്ല. ഈ അഹമ്മദാബാദിൽ തന്നെ അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് വളരെ സമീപത്ത് ഒരു ചുവന്ന മാർബിള് കൊണ്ടുണ്ടാക്കിയ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളി റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് പൊളിക്കാൻ വന്ന ഈ PWD എഞ്ചിനീയർമാരൊക്കെ വന്ന് നോക്കി, സർവേ ഒക്കെ നടത്തി, അവിടെ കല്ലൊക്കെ ഇട്ടിട്ട് പോയി. മുസ്ലിങ്ങൾക്ക് വലിയ വിഷയമായി. അവർ പറഞ്ഞു ഇത് പൊളിക്കരുത്. മുഖ്യമന്ത്രി മോദിയാണ്. മോദി പറഞ്ഞു ഞാൻ സൈറ്റ് വന്ന് കാണട്ടെ. മോദി വന്നു, സൈറ്റ് കണ്ടു. പറ്റുണ്ടപ്പോൾ അപ്പോൾ ഇതിനെതിരെ ഒരു വലിയ കോളനിയാണ്. ശരിക്കും അതൊരു മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനിയാണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ, നേരിട്ട് കണ്ട്, നേരിട്ട് തന്നെ എനിക്കിത് അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചോദിച്ചത് പൊളിക്കാതെ, ഇത് ഒരു വളരെ പഴയ പള്ളിയാണ്. അവിടെ ആരാധന ഒക്കെ നടക്കുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊളിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഒരു പഴയ പള്ളിയല്ലേ. അപ്പോൾ സാർ അത് വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് പണം കൂടുതൽ ചിലവാകും, പിന്നെ നമുക്ക് ചെയ്യാം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇതൊന്ന് വളച്ച് അലൈൻമെൻറ്റ് മാറ്റി എടുക്കാം. അപ്പോൾ ഈ കോളനി ഇവരുടെ ഒരുപാട് കടകളൊക്കെ ഇരിപ്പുണ്ട്, ഇതെല്ലാം പോവും. ഈ കോളനി തന്നെ ഏതോ കാലത്ത് കയ്യേറിയതൊക്കെയാണ്, അതിനൊന്നും ശരിയായ ഒരു രേഖകളും ഇല്ല. അപ്പോൾ നരേന്ദ്രമോദി ചോദിച്ചു നിങ്ങൾ എന്ത് പറയുന്നു, അവിടുന്ന് സ്ഥലം വിട്ടു തന്നാൽ നഷ്ടപരിഹാരമൊക്കെ തരാം, നഷ്ടപരിഹാരമൊക്കെ ഗവൺമെൻറ് തരും, അതെന്താണോ നിയമപരമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടും, അത് തന്നാൽ നമ്മൾ ഈ പള്ളി നിലനിർത്താം, അല്ലെങ്കിൽ ഈ പള്ളി പൊളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവിടെ റോഡ് വൈഡനിങ്ങിന് പള്ളിയും അമ്പലവും ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അതാ ഇവർ ആദ്യം പറഞ്ഞത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആലോചിച്ചിട്ട് മറുപടി പറയാൻ പറഞ്ഞു. അവർ വെറും 5 മണിക്കൂർ കൊണ്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു ഞങ്ങൾ സ്ഥലം വിട്ടു തരാം. അങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ് അത്രയും വീതിയിൽ പണിയാൻ സാധിച്ചത്. ഈ പള്ളി എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത് ഒരു പുരാവസ്തു സ്മാരകമായിട്ട് അതിനെ സർക്കാർ തന്നെ സംരക്ഷിക്കുക. പക്ഷെ അതല്ല ബാന്ദ്രയിലുള്ളത്. ഇതൊക്കെ അനധികൃതമായ കയ്യേറ്റമാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇതിനെ മുഴുവനും പൊളിച്ചടുക്കണം. ഏത് ആരാധനാലയം, ആരുടെ ആരാധനാലയമാണെങ്കിലും ശരി, കയ്യേറി വച്ചിരിക്കുന്നതാണോ അത് പൊളിക്കുക തന്നെ വേണം. നമുക്ക് നിയമമാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് വലുത്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഇവിടെ ജാതി മതമൊന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരണ്ട, അതൊന്നും ഓടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ഗുണമുണ്ട്, ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. അവർ അവിടെ പള്ളി പൊളിച്ചു, അവിടെ മുസ്ലിങ്ങളെ കുടിയിറക്കി, വൃദ്ധരെയും കുട്ടികളെയും പൊരിവെയിലത്തേക്ക് തള്ളിവിട്ടു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ദേശീയ മാധ്യമങ്ങൾ തുടങ്ങി, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി, ഇങ്ങ് നമ്മുടെ നാട്ടിലെ ഏറ്റവും എന്താ പറയുക മലയാള മാധ്യമങ്ങൾ വരെ ഇത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അതൊന്നും അവിടെ വില പോകില്ല. കാരണം കോടതി ഉത്തരവോടുകൂടി വന്നാണ് കോടതി എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് കൃത്യമായി എടുത്ത തീരുമാനമാണ്. വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ആ വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. വളരെ കൃത്യമായിട്ട് അനധികൃത കയ്യേറ്റം മുഴുവനും ഒഴിപ്പിക്കും. നുഴഞ്ഞു കയറിയ ആൾക്കാരെ മുഴുവനും ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അതിന് ഏറ്റവും മനോഹരമായ 2 വിധിയാണ് ആസാമിലും ബംഗാളിലും കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ 2 മുഖ്യമന്ത്രിമാർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. മോദിയും ഇടപെടണ്ട, അമിത്ഷായും ഇടപെടണ്ട. അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊള്ളും.